കൊല്ലം ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഭൂമി കയ്യേറിയാണ് മത്സ്യമാംസാദികൾ വിൽക്കുന്ന പൊതു മാർക്കറ്റിന്റെ പ്രവർത്തനം. ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലെ ഏക്കർ കണക്കിന് ഭൂമി കയ്യേറിയത് സർക്കാരും പോരുവഴി ഗ്രാമപഞ്ചായത്തും. കോടതി വിധി ക്ഷേത്രത്തിന് അനുകൂലമായിട്ടും ഭൂമി തിരിച്ചുപിടിക്കാതെ ദേവസ്വം ബോർഡ്. എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഞാനുള്ളത് കൊല്ലം ചക്കുവള്ളി ശ്രീ പരബ്രഹ്മ ക്ഷേത്രത്തിലാണ്. ഓച്ചിറ, നൂറിനാട്, ചക്കുവള്ളി പടനിലങ്ങൾ ഏറെ പ്രസിദ്ധമാണ്. എന്നാൽ ഇന്ന് ഒരു കാലത്ത് ഏറെ സ്വത്തുക്കളുണ്ടായിരുന്ന, അതായത് 14 ഏക്കറോളം ഉണ്ടായിരുന്ന ക്ഷേത്രത്തിൽ ഇന്ന് അവശേഷിക്കുന്നത് 7.5 ഏക്കർ മാത്രമാണ്. ദേവസ്വം ബോർഡ് അധീനതയുള്ള ക്ഷേത്രത്തിൽ, അതായത് ക്ഷേത്ര സ്വത്തുക്കൾ, ഈ വസ്തുവകകളെല്ലാം തന്നെ കയ്യേറ്റ ഭൂമികൾ ഒഴിപ്പിച്ചുകൊണ്ട് തിരിച്ചു പിടിക്കണമെന്ന് കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരുന്നു. എന്നാൽ ആ കോടതി വിധി വന്ന് 1 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും ആ വസ്തുക്കൾ, അതായത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കുവാൻ വേണ്ടി ദേവസ്വം ബോർഡ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെയുള്ള ഭക്തജനങ്ങളൊക്കെ തന്നെ വലിയ വിഷമത്തോടു കൂടിയാണ്. കാരണം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭൂമിയിൽ അനധികൃത കയ്യേറ്റങ്ങൾ വരുന്നു, നിർമ്മാണങ്ങൾ വരുന്നു. ഇതിനെയൊക്കെ എതിർക്കുമ്പോഴും ദേവസ്വം ബോർഡ് ഈ ഭൂമി തിരിച്ചു പിടിക്കുവാനുള്ള മറ്റ് നടപടിക്രമങ്ങളിലൊന്നും ഒരു താല്പര്യവും കാണിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രമാണ്. പക്ഷേ ഈ നഷ്ടപ്പെട്ടു പോയ ഭൂമി അത് തിരികെ പിടിക്കുവാൻ ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല? അതാണ് ഞങ്ങളുടെയും ചോദ്യം. കാരണം ഇത് വർഷങ്ങളായിട്ട്, അതായത് ഇവിടെ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ഞങ്ങളിത് 2016 കേസ് സുപ്രീം കോടതി കേസ് പറഞ്ഞ് ഞങ്ങളവിടെ കുറേ കയ്യേറ്റം, കടകളും കമ്പോളങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന കുറേ ഒഴിവാക്കിയത്. അതിനകത്ത് വരുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ 52 സെൻറ്റ് വസ്തുവായി നിൽക്കുന്ന ചന്ത. അതിപ്പോൾ പോരുവഴി പഞ്ചായത്താണ് യഥാർത്ഥത്തിൽ ഈ ചന്ത നടത്തുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ആദ്യം ഞങ്ങൾ കേസിന് പോകുന്നത് ഹൈക്കോടതിയിൽ. കാരണം പല പ്രാവശ്യം ഓംബുഡ്സ്മാൻ പരാതി കൊടുത്തു. ഓംബുഡ്സ്മാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓംബുഡ്സ്മാൻ ദേവസ്വം തഹസിൽദാരോട് അളന്ന് തിട്ടപ്പെടുത്താൻ പറഞ്ഞു. അവർ വന്ന് അളന്ന് തിട്ടപ്പെടുത്തുകയും എന്നാൽ ഇതിന് വേണ്ടുന്ന നടപടി പിന്നെ അവരൊന്നും പോയിക്കൊണ്ടില്ല. അങ്ങനെ അത് ആ ഫയൽ അവിടെ താത്തു വെക്കുകയും അങ്ങനെ ഉണ്ടാവാതിരുന്നപ്പോഴാണ് 2022 ഞങ്ങൾ ഉപദേശ സമിതി നേരിട്ട് ഹൈക്കോടതി കേസ് ഫയൽ ചെയ്യുന്നത്. ആ കേസ് ഫയൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 2024 ഫെബ്രുവരി മാസത്തിൽ വിധി വന്നു. അതായത് വിധി വന്നതെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി പറഞ്ഞത് ജില്ലാ സർവേ സൂപ്രണ്ടിനെ കൊണ്ട് ഈ ദേവസ്വം ഭൂമി കയ്യേറ്റം ഉണ്ടെങ്കിൽ കണ്ടെത്തി അളന്ന് തിട്ടപ്പെടുത്തി ദേവസ്വം ബോർഡ് തിരിച്ചു കൊടുക്കണം എന്നുള്ള വിധിയാണ് എന്നാണ് ആദ്യം കോടതി അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ പറഞ്ഞ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തഹസിൽദാരെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ തഹസിൽദാരെയും അതുപോലെ തന്നെ സർവേ സൂപ്രണ്ട് ഇവരെയൊക്കെ പോയി കാണുകയും അവരെയൊക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ലാസ്റ്റ് ഒരുപാട് സമയം കടന്നിട്ടും, അതായത് ആ വിധി അത്ര സമയത്തുള്ളിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞതിൻ്റെ അവസാന നാളുകളിൽ പുള്ളി വന്ന് ഇത് അളന്ന് തിട്ടപ്പെടുത്തി സർവേയും ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ തഹസിൽദാറിൻ്റെ ഭാഗത്തുനിന്നുള്ള സർവേ വിഭാഗവും ഇവരെല്ലാവരും കൂടി വന്ന് അളന്ന് തിട്ടപ്പെടുത്തി ഭൂമിയുടെ മൊത്തം കയ്യേറ്റം, അതായത് ഈ പറഞ്ഞ സ്കൂള്, ചന്ത, അങ്ങനെ മറ്റ് ഒരുപാട് കയ്യേറ്റങ്ങളുണ്ട്. എല്ലാം അളന്ന് തിട്ടപ്പെടുത്തി ദേവസ്വം ഭൂമിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ കയ്യേറ്റം. ഗവൺമെൻറ്റിൻ്റെയും ദേവസ്വം ബോർഡ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇതിൻ്റെ കയ്യേറ്റമുണ്ട്. കാരണം ഗവൺമെൻറ് സ്കൂള് സ്ഥിതി ചെയ്യുന്നത് ദേവസ്വം ഭൂമിയിലാണ്. അതുപോലെ തന്നെ പബ്ലിക് മാർക്കറ്റ് അത് ദേവസ്വം ഭൂമിക്ക് അകത്ത് തന്നെയാണ്. അത് ക്ഷേത്രത്തിൽ ഏറ്റവും വലിയ ശല്യമായി നിൽക്കുന്നതാണ്. കാരണം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, ഇത് ശ്രീകോവിലില്ലാതെ അല്ല ഓച്ചറെ പോലെയോ അല്ലെ നൂറിനാട് പടനിലങ്ങളെ പോലെ ഓപ്പണായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ആൽത്തറയിൽ മാത്രം വസിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ഈ ചന്തയ്ക്കകത്തു നിന്നുണ്ടാകുന്ന മത്സ്യത്തിൻ്റെ ആയാലും ഇറച്ചിയുടെ ആണെങ്കിലും മറ്റു മാംസങ്ങളെല്ലാം തന്നെ വേസ്റ്റുകൾ രാവിലെ തിരുമേനി വരുമ്പോൾ ഇതെല്ലാം ഭഗവാന്റെ അല്ലെങ്കിൽ ഈ ശ്രീകോവിലിൻ്റെ മണ്ടയ്ക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ആൽത്തറയെ കൊണ്ടുവന്ന് ഈ കാക്കകൾ കുത്തിയിടുന്നതായിട്ടാണ് നമ്മൾ ദിവസം കാണുന്നത്. അത് തന്നെ നമ്മൾ പറഞ്ഞ ഭക്തജനങ്ങൾക്ക് പോലും ഭയങ്കര അലർജി അല്ലെങ്കിൽ പല ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പലരും ഞങ്ങൾ ഉപദേശസമിതിയോടെ പറയുന്നത് എന്തുവാടെ ഇതിങ്ങനെ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ വഴികളില്ല. ആ ഒരു പ്രേരണയിലാണ് നമ്മൾ കോടതി പോവുകയും കോടതി വിധി വന്ന് 2024 വിധി വന്നിട്ടും ഇവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ അനക്കവും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ കയറി ഇറങ്ങി നടന്ന് കോടതി പലപ്പോഴും അവരെ വിളിച്ച് ശാസിക്കുകയും കോടതി ഇവരെയൊക്കെ വിളിച്ചു വരുത്തി, അതായത് സെക്രട്ടറി അടക്കം പിന്നെ റവന്യൂ സെക്രട്ടറി അടക്കം ഹൈക്കോടതി വിളിച്ചു വരുത്തി വഴക്ക് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലാസ്റ്റ് ഈ ജയചന്ദ്രൻ കല്ലിങ്കൽ എന്ന് പറയുന്ന ദേവസ്വം സ്പെഷ്യൽ തഹസിൽദാരായിട്ടുണ്ടായിരുന്ന മുന്നുണ്ടായിരുന്നു, ഇപ്പോഴല്ല ഇതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നത്, പുള്ളി ഏൽപ്പിക്കും. പുള്ളി വന്ന് കണ്ടെത്തി ഉടനെ എല്ലാ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കിയിട്ട് പുള്ളി ഒരു വലിയ, അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, എല്ലാം, അതായത് പഞ്ചായത്തിന്, ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റിന്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ എല്ലാ കാര്യാലയത്തിലേക്കും പുള്ളി നോട്ടീസ് അയക്കുന്നു. ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ അല്ലെ അടുത്ത 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് അയക്കുന്നു. ഈ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇത് അന്വേഷിച്ചപ്പോൾ എല്ലാവർക്കും നോട്ടീസ് വന്നിട്ടുണ്ടെന്ന് അറിയും. ഈ 15-ാം ദിവസം കഴിഞ്ഞിട്ട് നടക്കാതെ വന്നപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് പുള്ളിക്കാരൻ ഈ 15-ാം ദിവസം റിട്ടയർമെൻ്റ് ആയിരുന്നു എന്ന്.
പുള്ളി ആ റിട്ടയർമെൻറ്റോട് പുള്ളിയുടെ ജോലി കഴിഞ്ഞ് പുള്ളി പോവുകയും ചെയ്യുകയുണ്ടായി. വീണ്ടും അത് എന്താ പറഞ്ഞാൽ അവിടെ കിടക്കുന്നത് പോലെ കിടക്കാണ്. ഞങ്ങൾ കോടതിയിൽ വീണ്ടും കയറി ഇറങ്ങി നടന്നപ്പം ഇപ്പം അന്നേരം ദേവസ്വം ബോർഡ് പറയുന്നത് സ്പെഷ്യൽ തഹസിൽദാരില്ലെന്നാണ്. ഞങ്ങൾ അങ്ങനെ തിരക്കി വന്നപ്പോൾ ലാസ്റ്റ് സ്പെഷ്യൽ തഹസിൽദാർ ഒരാൾ ഇൻചാർജ് എന്ന് പറഞ്ഞ ഒരാൾ വന്നു. അയാളെ പോയി കണ്ടു. അയാൾ പറഞ്ഞു ഞാൻ പഠിക്കട്ടെന്ന് പറഞ്ഞു. അയാൾ പഠിക്കട്ടെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുറച്ച് സമയം അവിടെ കൊടുത്തു. ഇപ്പോൾ അതായത് 14 ഏക്കർ ഉണ്ടായിരുന്നല്ലോ, അതിലിപ്പോൾ ഈ 7.5 ഏക്കർ മാത്രമേ ക്ഷേത്രത്തിന് സ്വന്തമായിട്ടുള്ളൂ. അതെ, അത് 14 ഏക്കറിൽ ഇപ്പം 3.5 ഏക്കറാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റന്യായപ്പെട്ടു പോയിട്ടുള്ള വസ്തുക്കളൊക്കെ ഉണ്ട്. കാരണം പിന്നെ റോഡിനപ്പുറം ആ സൈഡിലൊക്കെ റവന്യൂ ഭൂമിയായിട്ടൊക്കെ അത് പിന്നെ കണ്ടെത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ രേഖാമൂലം ഈ 14 ഏക്കറോളം ഉണ്ടായിരുന്ന പല ഭാഗങ്ങളായിട്ട്. പക്ഷേ ഞങ്ങൾ അവസാനം ഞങ്ങളുടെ കിട്ടിയപ്പോൾ ഇപ്പോൾ സർവേ ചെയ്ത് കിട്ടിയത് ഇത്രയും ദേവസ്വം ഭൂമിയിൽ തന്നെയാണ്. കാരണം അത് വേറൊരാൾക്ക് രേഖയില്ലാത്ത വസ്തുക്കളാണിത്. അത് ദേവസ്വത്തിൻ്റെ ഭൂമി തന്നെയാണ്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് കണ്ടെത്തി ദേവസ്വം സംരക്ഷിക്കപ്പെടണം. പക്ഷേ ദേവസ്വത്തിൻ്റെ ഭാഗത്ത് യാതൊരുവിധ ഇതും ഉണ്ടാവാത്തതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭക്തജനങ്ങൾക്ക് വലിയ വേദന തന്നെയാണ്. അതായത് ഭക്തജനങ്ങൾക്ക് വേദന എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്പണായിട്ടുള്ള ഒരു ഇതാണ്, ശ്രീകോലോ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ഈ പക്ഷികളെല്ലാവരും കാക്കയായാലും മറ്റുള്ള കിളികളായാലും ഈ ഇറച്ചിയുടെ വേസ്റ്റുകളും എല്ലാം കൊണ്ടുവന്ന് ഈ വിഗ്രഹത്തിൻ്റെ മുകളിൽ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് വളരെ വേദനാസഹജമായ ഒരു സാഹചര്യമാണ്. അത് നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ പഞ്ചായത്തിനൊക്കെ അപേക്ഷ കൊടുത്തതാണ് നിങ്ങളിത് ഒഴിവാക്കി തരണമെന്നുള്ള പറഞ്ഞ് അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത്. അതിന് മുമ്പ് ഒരു 2017 കാലഘട്ടങ്ങളിൽ 32 കടകൾ നമ്മൾ ഒഴിപ്പിക്കുകയായിരുന്നു. സുപ്രീം കോടതി വരെ പോയാണ് ഒഴിപ്പിച്ച്. ഭയങ്കര രാഷ്ട്രീയ സംഘർഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഉപദേശസമിതിയും ഇവിടുത്തെ ഭക്തജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് ഇരുന്നുകൊണ്ട് അത് ഒഴിപ്പിച്ചായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് അന്നേരം അത് പുറത്തുള്ള സ്ഥലമായിരുന്നു. എന്ന് വെച്ചാൽ ദേവസ്വം ബോർഡിൻ്റെ റോഡ് സൈഡുള്ള സ്ഥലമായിരുന്നു. ഈ ചന്ത ഇപ്പം വന്നപ്പോൾ അകത്തായി, ദേവസ്വത്തിനകത്തായി. അന്നേരം അത് ഞങ്ങൾ പലപ്പോഴും ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് യാതൊരു നടപടിയോ കാര്യങ്ങളൊന്നുമില്ല. നിലവിലെ ദേവസ്വം പ്രസിഡന്റിനെയോ ഭാരവാഹികളോ കണ്ടിട്ടുണ്ടായിരുന്നു? എല്ലാവരെയും കണ്ടിട്ട് നമ്മൾ അവർക്ക് പിന്നെ ലെറ്ററും കാര്യങ്ങളും എല്ലാം കൊടുത്തു. ആ കൊടുത്തതെല്ലാം ഞങ്ങൾ ഹൈക്കോടതിയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇതായിട്ടുള്ള പ്രയാർ ഗോപാലകൃഷ്ണൻ സാറായിരുന്നു. ആ സാറിരുന്ന കാലഘട്ടത്തിലായിരുന്നു നമുക്ക് ബാക്കിയുള്ള ഭൂമി നമുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം സുപ്രീം കോടതി വരെ ഞങ്ങളുടെ കൂടെ തന്നെ സപ്പോർട്ടും കാര്യങ്ങളുമായിട്ട് നിന്നാണ് അതെല്ലാം ഒഴിപ്പിച്ചെടുത്തത്. നിലവിലെ ദേവസ്വം ബോർഡ് ഒരു തരത്തിലുള്ള ഒരു പരിഗണന ഈ ക്ഷേത്രത്തിന് നൽകുന്നില്ല. ഒരു രീതിയിലും അത് ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭൂമി സംരക്ഷിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരു രീതിയിലും ദേവസ്വം ബോർഡ് ഭാഗത്ത് ഒരു നല്ല കാര്യങ്ങളും ഞങ്ങൾ ഉണ്ടാവാറില്ല. ഉദാഹരണത്തിന് അവിടെ ക്ഷേത്രത്തിൻ്റെ സൈഡിലെ വേലി, അതായത് പട്ടിയും പൂച്ചയൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വേലി 2 വർഷമായി അത് ഞങ്ങൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അപേക്ഷ കൊടുത്ത് എസ്റ്റിമേറ്റ് തയ്യാറാക്കി തിരുവനന്തപുരത്ത് കൊടുത്തു, മാവേലിക്കര കൊടുത്തു. ഓരോ ഉദ്യോഗസ്ഥരും അവരവിടെ മടക്കി വെക്കുന്നതല്ലാതെ ഒരു ജോലികളും അവർ ചെയ്യല്ല. അതുപോലെ തന്നെ അവിടെ സദ്യാലയമുണ്ട് ദേവസ്വം. ഒരു മാസത്തിൽ ശരാശരി ഒരു 4-5 കല്യാണമൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ ശോധനാവത്തെ അത്രയ്ക്ക് ഗതികെട്ടപ്പോഴാണ് ആൾക്കാർ ഒരു രീതിയിലും അത് തിരിഞ്ഞു നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ആൾക്കാർ ഉപേക്ഷിക്കപ്പെട്ട് വലിയ ഓഡിറ്റോറിയങ്ങളിലേക്ക് പോകേണ്ടത്. അല്ലെങ്കിൽ ദേവസ്വത്തിന് വരുമാനം. അതുപോലെ തന്നെ ഇവിടെ 50 മുറി കടകളുണ്ട്. ദേവസ്വത്തിൻ്റെ വരുമാനമാണ്, മാസ വരുമാനം. അതായത് ഷോപ്പ് ജംഗ്ഷനിൽ കൊണ്ടുവന്ന കംപ്ലീറ്റ് കടകളും ദേവസ്വത്തിലാണ്. ഈ വരുമാനങ്ങളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് കിട്ടുമ്പം അവർ ഈ ക്ഷേത്രത്തോടെ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗം സംരക്ഷിക്കുന്നതിനോ ദേവസ്വം ബോർഡിന് നിരുത്തരവാദിത്വമെന്ന് തന്നെ അല്ലാതെ ഒന്നും നമുക്ക് പറയാനില്ല. അതിന് ഇനിയും നമ്മൾ ഇതിൻ്റെ പുറകെ തന്നെ നമ്മൾ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ട ഏതറ്റം വരെ ഇവിടുത്തെ ഭക്തജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഇവിടുത്തെ വിശ്വാസികൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഏത് രീതിയിലും ഇതിൻ്റെ പുറകിൽ പോയി ഇത് സംരക്ഷിക്കപ്പെടേണ്ട ഞങ്ങളുടെ ചുമതലയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ പുറകെ ഇറങ്ങി നടക്കുന്നത്. തീർച്ചയായും ക്ഷേത്രങ്ങൾ സംരക്ഷിക്കേണ്ട ദേവസ്വം ബോർഡ് തന്നെ ഇങ്ങനെ അനാസ്ഥ കാണിക്കുമ്പോൾ, അതായത് ഈ കയ്യേറ്റങ്ങൾ അറിഞ്ഞിട്ടും കോടതി ഉത്തരവ് നൽകിയിട്ട് പോലും ആ ക്ഷേത്രത്തെ സംരക്ഷിക്കുവാൻ, ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി ഒരു നടപടിയും ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ഭക്തജന രോക്ഷം നമ്മൾ കണ്ടതാണ്. ഒരു ക്ഷേത്രത്തിലൊക്കെ തന്നെ മത്സ്യമാംസാദികളൊക്കെ പക്ഷികൾ കൊണ്ടിടുന്നു. അതായത് ക്ഷേത്രത്തിന് തൊട്ട് ചേർന്ന് ഈ മാർക്കറ്റ് പ്രവർത്തിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. എന്തായാലും ശക്തമായിട്ടുള്ള പരാതികൾ തന്നെയാണ് ഉയർന്നു വരുന്നത്. ഹൈന്ദവ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കണമെന്നുള്ളത് തന്നെയാണ് ഈ ജനതയുടെ ആവശ്യം. കാരണം ഒരു ദേശത്തെ സംബന്ധിച്ചിടത്തോളം ആ ദേശത്തിൻ്റെ ഒരു ഐശ്വര്യമാണ് അവിടെയുള്ള ക്ഷേത്രം. ആ ക്ഷേത്രത്തെ ഈ ഗതിയിലേക്ക് തള്ളിവിടുകയാണ് ദേവസ്വം ബോർഡ് എന്നതാണ് ഉയരുന്ന പരാതി. ബിജു പരൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം.